ഋതുരാജനായ വസന്തകാലത്തിന് ഭൂമിയിലേക്ക് സ്വാഗതം. കർണികാരം പൂത്ത ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് വസന്തകാലത്തെ മാടി വിളിക്കുകയാണ് മേടപ്പുലരി. നമ്മൾ മലയാളികൾക്ക് മലയാണ്മയുള്ള മറ്റൊരു വിഷുക്കാലം കൂടി. വിഷു എന്നാൽ തുല്യം എന്നാണ്. എന്നുവെച്ചാൽ സൂര്യൻ നേരെ കിഴക്കുദിക്കുന്ന ഈ ദിവസം പകലും രാത്രിയും ഏറെക്കുറെ തുല്യമായിരിക്കും. നോക്കൂ, പഴമക്കാർ എത്ര കൃത്യമായിട്ടാണ് മലയാളിക്ക് മലയാളിത്തമുള്ള ഒരു പുതുവർഷം അടയാളപ്പെടുത്തി തന്നത്. വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ വിഷുവിനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ അതിനു മുൻപുള്ള കാലത്തും വിഷു ആഘോഷിച്ചിരുന്നുവെന്നും ചരിത്രം പറയുന്നു. AD 844-855 കാലത്ത് സ്ഥാണു രവി എന്നൊരു രാജാവിന്റെ ഭരണകാലത്താണ് വിഷു ആഘോഷം തുടങ്ങിയത് എന്നൊരു ചരിത്രമുണ്ട്. ഗണിതശാസ്ത്ര ഗ്രന്ഥമായ ശങ്കരനാരായണീയത്തിൽ ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. നവവർഷാരംഭമായി വിഷു ആഘോഷം തുടങ്ങിവെച്ചു എന്നാണ്. ഓണം കഴിഞ്ഞാൽ പിന്നെ മലയാളിയുടെ കാത്തിരിപ്പാണ് വിഷുക്കാലം. മകരക്കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങൾ ഉണങ്ങി വരണ്ട് കിടക്കുന്ന കുംഭം മീനം മാസങ്ങൾക്ക് ശേഷം പുതുമഴ നനവിന്റെ നനുത്ത മണം പടർന്നു തുടങ്ങുമ്പോൾ കർഷകൻ വിത്ത് നനയ്ക്കാൻ ഒരുങ്ങും. മേടസംക്രാന്തി കഴിഞ്ഞ പുലരിയിൽ ഒരുക്കിയിട്ട പാടത്ത് അവര് വിത്ത് വിതയ്ക്കും. പയ്യെ പയ്യെ വള്ളി തിരിഞ്ഞു കുയിനാട്ടു കുത്തി കുഞ്ഞുട്ടി. വിത്തൊരുക്കാൻ മകരമാസം കൊയ്ത്ത് കഴിഞ്ഞ ഉടനെ വിത്തൊരുക്കാൻ തുടങ്ങും. വിത്തൊരുക്കി ശേഖരിച്ചു വെക്കും കർഷകൻ. ശേഖരിച്ചു വെച്ചിട്ട് പിന്നെ അത് പാടത്തെ വിഷുവിൻ്റെ പിറ്റേ ദിവസം പാടത്തെ കന്നും പൂട്ടിയിട്ട് ഒരു പൂജ കഴിച്ച് അവിടെ വിത്തിടുന്ന ഒരു ചടങ്ങാണ്. വളരെ മഹത്തായ ഒരു ചടങ്ങ് അവിടെ. കാർഷിക വൃത്തി കൊണ്ട് മേൽവിലാസം ചാർത്തിയ നാടാണ് കേരളം. പാടത്ത് പണിയെടുക്കുന്നവന്റെ സന്തോഷവും ചിന്തയും കലയും എല്ലാം കൃഷിയുമായി ഇഴചേർന്ന് കിടന്ന കാലം. തേവി തിരുതേവി പൂന്തേരി കണ്ടം പൂന്തേരി കണ്ടത്തിലാള് വരുന്നേ ആള് വരുന്നേ കാള വരുന്നേൻ കാള വരുന്നേ കലപ്പ വരുന്നേ. വിത്തിറക്കാനൊരു പാട്ട്, ഞാറ് നടാനൊരു പാട്ട്, കൊയ്യാനൊന്ന്, കറ്റമെതിക്കാനൊന്ന്, അങ്ങനെ നമ്മുടെ കാർഷിക സംസ്കാരവും കലയും തമ്മിൽ അടർത്തി മാറ്റാനാവാത്ത ബന്ധമുണ്ട്. കൃഷിയുടെ ആരംഭം സൂചിപ്പിക്കുന്ന പാട്ടാണിത്. കൃഷിയുടെ ആരംഭം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് വിഷുവാണ്. വിഷു ഏകദേശം മഴക്കാലത്തിന്റെയും വരൾച്ച കാലത്തിന്റെയും ഇടയിൽ വരുന്ന ഒരു സുദിനാണ്. വിഷു അഭിവൃദ്ധിയുടെ ഒരു അടയാളമാണ്. വിഷു വന്നു വിഷു വന്നു വിടർന്ന മനസ്സിൻ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താ അറിയോ, ഇത്തരം മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന പാട്ടുകളൊക്കെ നമ്മുടെ മനുഷ്യരാശിക്ക് അല്ലെങ്കിൽ നമ്മുടെ മലയാണ്മയ്ക്ക് സംഭാവന ചെയ്യുന്നത് ഒരു മികച്ച സന്ദേശമാണ്. മണ്ണിനോട് ചേർന്ന് വളരെ വിനയത്തോടു കൂടി ജീവിക്കുക എന്നുള്ളത്. നമ്മുടെ വിഷു എന്ന് പറയുന്നത് നമ്മുടെ പിറവി കൂടിയാണ്, പുതുവർഷ ദിനം കൂടിയാണ്. അപ്പോൾ ശരിക്കും ഈ പാട്ടുകളൊക്കെ നൽകുന്ന സന്ദേശം പോലെയാണോ ഇന്നത്തെ ഒരു തലമുറ? നമ്മുടെ സംസ്കാരം, നമ്മുടെ കാർഷിക സംസ്കാരം തന്നെ മാറി വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ശരിയാണ്, കൃഷി മാറി, നമ്മുടെ ജീവിത രീതി മാറി. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും കുട്ടികൾക്ക് എന്താ പറയുക, ടെക്നോളജിയുടെ പിന്നാലെ പോയാലും കൃഷിയുടെ ടെക്നോളജിയിലേക്കും കുട്ടികൾ ആകൃഷ്ടരാവേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ വാല്യൂ അഡീഷൻ അല്ലെങ്കിൽ ഭക്ഷ്യ സംസ്കരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യമുണ്ട്. പുതിയ കുട്ടികൾ അതൊരു വലിയ എൻ്റർപ്രൈസ് ആയിട്ട് ഇപ്പം തന്നെ ഈ സ്റ്റാർട്ടപ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കൃഷിയിൽ ധാരാളം താല്പര്യമുള്ള കുട്ടികളുണ്ട്. നമ്മൾ ഒരു നൊസ്റ്റാൾജിക് കൃഷി എന്നാലോചിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പഴയ കാര്യങ്ങളെ ചേർത്ത് പിടിക്കാനുള്ളൊരു, നേരത്തെ പറഞ്ഞ മലയാളിയുടെ മനസ്സ് ശക്തമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം പണ്ടത്തെ നമ്മൾ തമിഴകം നോക്കിയാൽ ആകെ ഈ നമ്മുടെ ഫോക്ക് ആർട്സോ റിച്വലിസ്റ്റിക് ആർട്സോ ഒക്കെ നിൽക്കുന്നത് ഇപ്പോഴും കേരളത്തിലാണ്. എത്രയോ ഫോക്ക് ആർട്സ് ഉണ്ടായിട്ട് തമിഴകത്തുണ്ടായിട്ട് അതിനെ സംരക്ഷിച്ച് നിർത്തിയിട്ടുള്ളത് കേരളം ഒരു ചെറിയ പോലെ ഒരു സംസ്ഥാനത്താണ് അത് ചെയ്തിട്ടുള്ളത്. കൃഷി അന്യമാവുക എന്ന് പറയുമ്പോൾ കലയും അന്യമാവുകയാണ്. അതെ അതെ, അത് നമ്മുടെ സംസ്കാരത്തെ ബാധിക്കുകയാണ്. കണക്റ്റഡ് ആണ്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയണു, ചേർത്തലയിലുള്ള സുജിത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള സെന്റ് സേവിയേഴ്സ് കോളേജിലുള്ള കുട്ടികളുടെ കൃഷി അവിടെയൊക്കെ ചീരയുണ്ട്. അപ്പോൾ പോയിട്ടില്ല.
നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കൃഷി കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഓക്യുപ്പേഷനേ അല്ല. അതുള്ളത് വെച്ച് നമുക്ക് നല്ലൊരു വിഷുവും നല്ലൊരു ഓണവും ഉണ്ടാക്കാൻ മാത്രമേ പറ്റൂ. വസന്തകാലത്തിന്റെ വരവറിയിക്കാൻ ലോകമെമ്പാടും ധാരാളം ഉത്സവങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ കടുക് പൂക്കുന്ന കാലത്തിന്റെ ആഘോഷമാണ് ബംഗാളിലെ ബസന്ത പഞ്ചമി. പഞ്ചാബിനൊരു ഭൈശാഖി ഫെസ്റ്റിവൽ, രാജസ്ഥാനിലെ ഗാംഗോർ, ലോകത്തെമ്പാടുമുണ്ട്. ചൈനയിലും ജപ്പാനിലുമൊക്കെ ചെറിപ്പൂക്കൾ പൂക്കുന്ന കാലത്താണ് ഹനാമി സക്കൂറ പോലെയുള്ള ഉത്സവങ്ങളൊക്കെ നടക്കുന്നത്. ഋതുക്കളിൽ രാജാവായ വസന്തത്തെ വരവേൽക്കാൻ നിരനിരയായി പൂത്ത കർണികാരം, പീതാംബര ചാർത്ത് പോലെ വെയിലിനോട് മത്സരിച്ച് പൂത്ത കൊന്നയാണ് വിഷുക്കാലത്തെ പ്രകൃതിയുടെ സമ്മാനം. വിഷുവിൻ്റെ നിറവസന്തമായ കൊന്നപ്പൂ. ഓണക്കാലത്ത് പൂവിടുന്ന കൂട്ടത്തിലുള്ള പൂക്കൾ പോലെ അല്ല വിഷുവിൻ്റെ പൂവസന്തം. മരം നിറഞ്ഞങ്ങനെ പൂക്കുന്ന കൊന്നപ്പൂ ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ നിറസമൃദ്ധി കണി കണ്ടുണരാൻ കൊന്നപ്പൂ വിഷുക്കണിയുടെ ഉത്തമ ഭാഗമാകുന്നു. വിഷുവിൻ്റെ പ്രധാന ചടങ്ങാണ് വിഷുക്കണി. നവവർഷാരംഭ ആഘോഷമാണ് വിഷു എന്നതുകൊണ്ട് തന്നെ വർഷം മുഴുവനും നീണ്ടു നിൽക്കുന്ന സമൃദ്ധി മനസ്സിൽ കണ്ടാണ് മലയാളി കണിയൊരുക്കുന്നത്. കണിയൊരുക്കാനുള്ള അവകാശം വീട്ടിലെ മുതിർന്ന സ്ത്രീകൾക്കുള്ളതാണത്രേ. ഒരു വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധമാകാൻ വേണ്ടതൊക്കെ ഈ കണിയിൽ പ്രതീകമായി ഉണ്ടാകണം എന്നാണ്. അപ്പൊ അതൊക്കെ ഇന്നത് എന്ന് വേണ്ട പോലെ ആലോചിച്ച് ഒരുക്കി വെക്കാൻ സ്ത്രീകൾക്കല്ലാതെ വേറെ ആർക്കാണ് കഴിയുക? തേച്ച് മിനുക്കിയ ഓട്ടുരുളിയിലാണ് കണി കാണുക. അരിയും നെല്ലും കൂട്ടി ഉരുളിയുടെ ഒരു ഭാഗം നിറയ്ക്കും. ശുഭ്രവസ്ത്രം, അതായത് അലക്കിയ മുണ്ട്, പൊന്ന്, നാണയം, വാൽക്കണ്ണാടി, വെറ്റില, പഴുത്തടയ്ക്ക, കൺമഷി, ചാന്ത്, സിന്ദൂരം, പിന്നെയോ സ്വർണ്ണ നിറമാർന്ന കണിവെള്ളരി, സ്വർണ്ണക്കിലുക്കം പോലെ കണിക്കൊന്ന കുലകൾ, ചക്ക, പഴം, നാളികേരം, ഇതൊക്കെ വേണമെന്നാണ്. കത്തിച്ച നിലവിളക്ക്, ചന്ദനത്തിരി, ഓട്ടുകിണ്ടി നിറയെ വെള്ളം, ശ്രീകൃഷ്ണ വിഗ്രഹം, ഇത്രയുമായാൽ വിസ്തരിച്ച കണിയായി. ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന് കണിയൊരുക്കിയ മുതിർന്ന സ്ത്രീയാണ് ആദ്യം കണി കാണുക. തുടർന്ന് മറ്റുള്ളവരെയൊക്കെ എഴുന്നേൽപ്പിച്ച് കണ്ണുപൊത്തി കണി കാണിക്കും. കണി കണ്ടു കഴിഞ്ഞാൽ പിന്നെ കൈനീട്ടത്തിന്റെ ഊഴമാണ്. ഗൃഹനാഥൻ വീട്ടിലെ മറ്റംഗങ്ങൾക്കെല്ലാം നാണയം കൈനീട്ടമായി നൽകും. അന്ന് കിട്ടുന്ന ആ കൈനീട്ടം വർഷം മുഴുവനും സമ്പാദ്യം സമ്മാനിക്കാനുള്ള ആദ്യ ചുവടുവയ്പ്പാണെന്നാണ് കരുതുന്നത്. കിട്ടുന്നത് ഒരു നാണയമാണെങ്കിലും അത് സൂക്ഷിച്ചു വെച്ച് അതിനെ നന്നായി ഉപയോഗപ്പെടുത്തി ജീവിതം മെച്ചപ്പെടുത്തണം എന്ന ആശയമാണ് കൈനീട്ടം കൈമാറുന്നത്. വിഷുസദ്യയാണ് പൊതുവെ എല്ലായിടത്തുമെങ്കിലും വിഷുക്കട്ട, വിഷുക്കഞ്ഞി എന്നിവയും പലയിടത്തുമുണ്ട്. വള്ളുവനാടിന്റെ വിഷു പ്രമാണിയാണ് വിഷുക്കഞ്ഞി. എങ്ങനെയാണ് വിഷുക്കഞ്ഞി ഉണ്ടാക്കുന്നതെന്നോ? നെല്ലൂത്തേരിയാണ് ശരിക്കും പാടത്തുനിന്ന് നമ്മള് തവിട് കളയാത്ത അരി, നമ്മളെ ഈ പുന്നെല്ലിന്റെ അരി, എന്നിട്ട് അത് കുത്തി ഉണ്ടാക്കി തവിട്, അതാണല്ലോ കണ്ടില്ലേ ചുമപ്പ് കളർ. ഇനി ഇത് നമ്മള് വാങ്ങി വെച്ചിട്ട് തേങ്ങ ചിരണ്ടിയത് ഇതിനകത്തിടും, ഇച്ചിരി ഉപ്പിടും. കഴിഞ്ഞു, വിഷുക്കഞ്ഞി കഴിഞ്ഞു. പിന്നെ നമ്മള് അടുത്തത് അതിന് തൊട്ടുകൂട്ടാൻ എന്താ നമ്മള് ചക്ക എങ്ങനെയാണെന്ന് വെച്ചാ വെള്ളപ്പയറ് വേവിച്ചെടുക്കും. അതിനകത്ത് ചക്കക്കുരു ഇതെല്ലാം കൂടി അരിഞ്ഞ് ചേർത്തിട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ട് അത് വേവിച്ചെടുക്കും. വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതിനുശേഷം നമ്മള് തേങ്ങ, ചുമന്നുള്ളി, ജീരകം അത് അരച്ച് അതിനകത്ത് ഒഴിക്കും. എന്നിട്ട് പിന്നെ അത് വാങ്ങി വെച്ചിട്ട് ചുമന്നുള്ളി അരിഞ്ഞിട്ട് മൂപ്പിച്ചിട്ട് വറുത്തിടും. പനസം വെട്ട് എന്ന് കേട്ടിട്ടുണ്ടോ? പണ്ട് കാലത്ത് വീട്ടിലെ ഏറ്റവും മുതിർന്ന അംഗം
പനസം വെട്ടുന്നതോടെയാണത്രേ വിഷു ആഘോഷങ്ങളൊക്കെ തുടങ്ങിയിരുന്നത്. എന്താണ് ഈ പനസം എന്നല്ലേ? ഇന്നത്തെ തലമുറയ്ക്ക് അത് കണ്ടിട്ടുണ്ടാവാനും കേട്ടിട്ടുണ്ടാവാനും വഴിയില്ല. കാണിച്ചു തരാം, വാ. വരിക്കച്ചക്ക ഇല്ലാതെ എന്ത് വിഷു? എന്നാൽ വിഷു ദിവസം വരിക്കച്ചക്കയെ പനസം എന്നാണ് വിളിക്കുക. അങ്ങനെ വിളിക്കാവൂ എന്നാണ്. നേരിയ കഷ്ണങ്ങളാക്കി നറുക്കി ചക്ക വറുക്കാനും എരിശ്ശേരി, മുളകൂഷ്യം എന്നിവയ്ക്കുമൊക്കെ വരിക്കച്ചക്കയാണ് ഉപയോഗിക്കുക. വിഷുസദ്യ ഉണ്ട് കഴിഞ്ഞാൽ കിടന്നുറക്കമായിരുന്നില്ല കാർഷിക കേരളത്തിന്റെ പതിവ്. പുതിയ കൈക്കോട്ട് കഴുകി ചന്ദനവും കൊന്നപ്പൂവും കൊണ്ട് അലങ്കരിച്ച് വീടിന്റെ കിഴക്ക് ഭാഗത്തായി വെക്കും. പറമ്പിലേക്ക് ഇറങ്ങി കൃഷിക്ക് പറ്റിയ ഒരിടം കണ്ടെത്തി പുതിയ കൈക്കോട്ട് കൊണ്ട് കൊത്തിക്കളച്ച് മണ്ണിളക്കി നവധാന്യങ്ങളും പച്ചക്കറി വിത്തും നടും. പിറ്റേ ദിവസമാണ് നമ്മൾ പാടത്തേക്ക് കിടക്കുക. പാടത്ത് കന്ന് പൂട്ടും. ഇപ്പോൾ കന്നില്ല, കന്നൊക്കെ പൂട്ടിക്കഴിഞ്ഞ് നാലുപുറമൊക്കെ പൂട്ടിക്കഴിഞ്ഞ് അവിടെ ഒരു ഇതേമാതിരി നെല്ലും അരിയൊക്കെ നിറച്ച് വെച്ച് ഉണക്കരിച്ച് വെച്ചിട്ട് അവിടെ ഒരു പൂജ ഉണ്ട്. ഇത് കഴിഞ്ഞാൽ പൂജ കഴിഞ്ഞാൽ അവിടെ നെല്ലപ്പോൾ പാടത്ത് ഇറക്കും. അന്നാണ് ആദ്യമായിട്ട് വിത്തിറക്കുക. പാടത്ത് വിത്തിറക്കാൻ നല്ല ശുദ്ധീനായിട്ടാണ് വിഷുവിൻ്റെ പിറ്റേ ദിവസം കർഷം കണക്കാക്കുക. അത് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ പൂജയുണ്ട്. പിന്നെ അവിടെയും പടക്കം പൊട്ടിക്കും. വള്ളുവനാട്ടിൽ പതിവുള്ള മറ്റൊരു ആചാര കാഴ്ചയാണ് വിഷുക്കുട്ടിയെ വെക്കുക എന്നത്. നാട്ടിൻ പുറത്തൊക്കെ രാവിലെ ഈ കൈനീട്ട കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ മുറ്റത്ത് മാവുകൊണ്ട് അണിഞ്ഞിട്ട് വിഷുക്കുട്ടിയെ വെക്കുക എന്ന് പറയും. അമ്മിക്കുട്ടിയാണ് അതിന് സാധാരണ അമ്മിലെ ഇറക്കുന്ന പണ്ടത്തെ കുട്ടിയെ വെക്കുക. അത് ശിവലിംഗാനുള്ള സങ്കല്പമാണ് മണ്ഡലത്തിൽ. ശിവനും സൂര്യനും തമ്മിൽ സൂര്യനായിട്ട് ബന്ധപ്പെട്ട ആഘോഷമാണ് വിഷു പ്രധാനപ്പെട്ടത്. അത് അതിനൊരു പൂജ ചെയ്യും. പിന്നെ പടക്കം പൊട്ടിക്കും. കാർഷിക സംസ്കാരത്തോട് എത്ര കണ്ട് ഇഴചേർന്നതാണോ വിഷു ആഘോഷം, അതുപോലെ തന്നെയാണ് കലയുമായുള്ള ബന്ധവും. വിഷു എന്ന ആഘോഷത്തിന്റെ പിറവിക്ക് പിന്നിലെ കഥ നരകാസുരവധവുമായി ബന്ധപ്പെട്ടതാണത്രേ. കേരളത്തിന്റെ പാരമ്പര്യ കലയായ കഥകളിയിൽ നരകാസുരവധം ആട്ടക്കഥയുടെ അടിസ്ഥാനം വിഷു ആഘോഷമാണത്രേ. ശക്തനായ നരകാസുരന്റെ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയപ്പോൾ ഭൂമിയെ രക്ഷിക്കാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ സത്യഭാമാസമേതനായി ഗരുഡന്റെ പുറത്തേറി നരകാസുരനെതിരെ യുദ്ധം ചെയ്തു അത്രേ. യുദ്ധത്തിൽ നരകാസുരനെ വധിച്ച് അസുരശല്യത്തിന് അറുതി വരുത്തിയത് ഒരു വസന്തകാലത്തിന്റെ ആരംഭത്തിലായിരുന്നു അത്രേ. ആ വിജയത്തിന്റെ ആശീർവാദവും ഓർമ്മ പുതുക്കലുമാണ് വിഷു ആഘോഷം എന്ന് ഐതിഹ്യം പറയുന്നു. രാവണനുമായി ബന്ധപ്പെട്ടും ഒരു കഥയുണ്ട് കേട്ടോ. അഹങ്കാരിയായ രാവണൻ സൂര്യദേവനെ നേർകിഴക്ക് ഉദിക്കാൻ അനുവദിച്ചിരുന്നില്ലത്രേ. ശ്രീരാമൻ അവതരിച്ച് രാവണനെ വധിച്ച ശേഷമാണത്രേ സൂര്യഭഗവാൻ നേരെ കിഴക്ക് ഉദിക്കാൻ തുടങ്ങിയത്. ഇതിൽ സംതൃപ്തരായ ജനങ്ങൾ തുടങ്ങി വെച്ചതാണ് വിഷു ആഘോഷം എന്നും ഒരു കഥ. പാലക്കാടിന്റെ പല ഭാഗങ്ങളിലും വിഷുക്കാലത്താണ് കണ്യാർകളി പതിവുള്ളത്. വേല കന്യാർ കൊണ്ടതിന് ശേഷം വിഷു കഴിഞ്ഞിട്ട് വേല കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ വേട്ടക്കരമ്മൻ്റെ ക്ഷേത്രസന്നിധിയിൽ നരിയും പുലിയും കൊല്ലുക എന്നുള്ളൊരു സംഭവമുണ്ട്. അതിനുശേഷം ഒരു 3 വട്ടം വട്ടക്കളി, കന്യാർകളിയിൽ പ്രധാനം വട്ടക്കളിയാണ്. 3 വട്ടം വട്ടക്കളി കഴിച്ച ശേഷം വൈകിട്ട് പുത്തങ്കാവ് ദേവിയുടെ നടക്കി പോയിട്ട് വിളക്ക് വെച്ച് അവിടെയാണ് കളികുമ്പൂട് എന്നുള്ളൊരു ചടങ്ങ്. ഇവിടെ ദേശവാഴി നാടുവാഴി അങ്ങനെ 2 ഇതുണ്ട്. അതിൽ ദേശവാഴിയുടെ വീട്ടിൽ വെച്ച് 4 ദിവസം ഇടക്കളി നടത്താറുണ്ട്. ഒരു 4 പൊറാട്ട് 2 വട്ടക്കളി അങ്ങനെയൊക്കെ ഒരു 4 ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസത്തെ ഇടവേള ഇവിടെ പന്തൽ ഉറക്കം എന്നൊരു ചടങ്ങുണ്ട്. അടുത്ത ദിവസമാണ് 1-ാം കളി. മൊത്തമായിട്ട് 4 കളിയാണ് ഉള്ളത്. 1-ാം കളിയുടെ പേര് പൊന്നാന കളി, 2-ാമത്തെ കളിയുടെ പേര് ആണ്ടിക്കൂത്ത്, 3-ാമത്തെ കളിയുടെ പേര് വള്ളുവൻ, 4-ാമത്തെ അവസാനിക്കുന്ന കളിയെന്ന് മലമ. ഇത് രാത്രി ഒരു 9:30-ക്ക് ശേഷം കാലത്തൊരു 6-7 മണി വരെയൊക്കെ പതിവുണ്ട്. അതിനുശേഷം പിന്നെ അന്ന് പൂവാരൽ ചടങ്ങോട് കൂടിയിട്ട് ഈ കന്യാറുകളി അവസാനിക്കുന്നു. നടനം ചെയ്യൂറായി വാണി മാതാവേ. കന്യാർകളിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആശാന്മാരിൽ ഏറ്റവും പ്രായം ചെന്ന ആളാണിത്. വട്ടേക്കാട് രാജഗോപാലൻ. 5-ാമത്തെ വയസ്സിൽ ഞാൻ കണ്ണാറുകയും
അഭ്യസിക്കാൻ തുടങ്ങി. അങ്ങനെ 10 വയസ്സാകുമ്പോഴേക്കും കന്യാറുകളിയുടെ ഏകദേശമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അവരിൽ നിന്ന് പഠിച്ചു. കേരള ഫോക്ലോർ അക്കാഡമിയുടെ അവാർഡ് എനിക്ക് 2004 കണ്ണൂർ വിളിച്ചിട്ട് 2-3 മിനിസ്റ്റർമാരുടെ സാന്നിധ്യത്തിൽ അവാർഡ് സ്വീകരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടിക്കാലത്തെ കാത്തിരിപ്പായിരുന്നു വിഷുക്കാലത്തെ വൈകുന്നേരങ്ങൾ. വിഷു തലേന്നത്തെ വൈകുന്നേരത്തിന് ചക്കുപ്പേരി വറവിന്റെ മണമാണ്. നീളത്തിൽ കനമില്ലാതെ മുറിച്ച വരിക്കച്ചക്ക ചുളകൾ കലകലേന്നുള്ള ശബ്ദത്തോടെ വറുത്തുകോരി പരത്തിയിടും. അപ്പോൾ ഉമ്മറത്ത് പടിക്കലേക്ക് നീളുന്ന കണ്ണുമായി കുട്ടിക്കൂട്ടം ഇരിപ്പുറപ്പിക്കും. കമ്പിത്തിരിയും പൂത്തിരിയും മത്താപ്പും അങ്ങനെ കണ്ണിനും കാതിനും രസം പകരുന്ന കരിമരുന്നുകൾ. രാത്രി വെടിക്കെട്ട് കഴിഞ്ഞ് ബാക്കിയുള്ളത് സൂക്ഷിച്ചെടുത്ത് വെക്കും. കണി കണ്ടു കഴിഞ്ഞാൽ പിന്നെ പുലർച്ചെ വെടിക്കെട്ടാ. നരകാസുരനെ വധിച്ച് മടങ്ങിയെത്തിയ സത്യഭാമാസമേതനായ ശ്രീകൃഷ്ണനെ ദ്വാരകാവാസികൾ പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചുമൊക്കെ സ്വീകരിച്ചതിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് വിഷുവിന്റെ പടക്കം പൊട്ടിക്കൽ. നമ്മുടെ കവികൾക്കും സിനിമകൾക്കും ഒക്കെ വിഷു ഒരു പ്രതിപാദ്യ വിഷയമായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് കുറച്ച് സമയം കുറച്ച് വിഷു പാട്ടുകൾ ആസ്വദിച്ചാലോ? പ്രകാശ് ചേട്ടാ, നമസ്കാരം. കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടു വിഷുക്കാലത്ത്. സന്തോഷം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കവികൾക്കൊക്കെ വിഷു ഒരു വിഷയമായിട്ടുണ്ട്. ഏത് പൂന്താനം മുതൽ ജ്ഞാനപ്പാനം മുതലുണ്ട് അല്ലേ? തീർച്ചയായും. എണ്ണി കറക്റ്റ്. നമുക്ക് ആ ഒരു ശ്രുതിയിലായി കളയാം. അതെ. പെട്ടെന്ന് പ്രകൃതി തന്നെ മാറിയ പോലെ ആയിപ്പോയി. സംഗീതം പ്രകൃതി തന്നെയാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും എല്ലാ ഉത്സവവും, പ്രത്യേകിച്ച് വിഷു അങ്ങനെ തന്നെയാണ്. ഒരു വല്ലാത്ത മൂടല്ലേ, ഒരു പ്ലസന്റ്, ഒരു മഴക്കാലത്തിന്റെയും വേനൽക്കാലത്തിന്റെ ഇടയിൽ വരുന്ന ആഘോഷമാണ് അല്ലെ? തീർച്ചയായിട്ടും. വസന്തകാലത്തെ ഇങ്ങനെ മാടി വിളിക്കുന്ന പോലെയുള്ള. തീർച്ചയായിട്ടും. ശരിക്കും ഫെസ്റ്റിവലില് ആഹ്ലാദകരമായിട്ടുള്ളത് വിഷുവാണ്. ഓണത്തിന്. കാരണം ചില സമയത്ത് ഓണം എന്ന് പറയുമ്പോൾ ഭയങ്കര മഴയായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഇതൊരു സന്തോഷം തന്നെയാണ്, പ്ലസന്റ് ആണ് ഓൾവേസ്. അപ്പൊ നമുക്ക് കൃഷ്ണന്റെ ഒരു വിഷുപ്പാട്ടും കൂടെ ആയാലോ? കണി കാണുന്നേരായാലോ? അതിന്റെ അനുപല്ലവയാണല്ലോ. അതിന്റെ മുദ്ര ഒന്ന് കാണിക്കാലോ? ഡാൻസർ അല്ലേ? തുടങ്ങിയല്ലേ? ഞാൻ വായിച്ചോളാം. ബാക്കിലിരിക്കുന്ന ആള് ഒട്ടും വിരോധം വരാനേ പാടില്ല. പരമശിവനാണ്. വേണമെങ്കിൽ പ്രസാദിപ്പിച്ച പറഞ്ഞോളൂ, വായിച്ചോളൂ വേഗം.
ഉപ്പറ വിട്ടൊരു കളിയില്ല നമ്മൾ. എന്തായാലും ഈ എനിക്ക് തോന്നുന്നത് നമ്മുടെ കൊന്നപ്പൂവിനും നമ്മുടെ പാടത്തിനും ഒക്കെ ഒരു സംഗീതമുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഒരു പാട വരമ്പിലൊറ്റം പോയിരുന്നിട്ട് ഒരു രണ്ടെണ്ണം കൂടെ പാടിയാലോ? തീർച്ചയായിട്ടും. കാലപ്രവാഹത്തിൽ നമ്മുടെ ആഘോഷങ്ങൾക്കൊക്കെ മാറ്റം വന്നു. പക്ഷെ മാറ്റമില്ലാതെ നമുക്കായി കൊന്നപ്പൂക്കൾ ഇന്നും നിറഞ്ഞു പൂക്കുന്നുണ്ട്. ഇൻസ്റ്റന്റ് വിഷുവാണ് മലയാളിക്ക് ഇന്ന്. നഗരങ്ങളിൽ മറ്റൊരു ഷോപ്പിംഗ് മേളക്കാലമാണല്ലോ വിഷു. ഭാവിയിൽ ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ 4 ചുവരുകൾക്കുള്ളിൽ മാത്രമാവും എന്ന് പണ്ടേ കണ്ടതുകൊണ്ടാവാം വൈലോപ്പിള്ളിയെ പോലെയുള്ള കവികൾ വരും തലമുറയ്ക്കുള്ള സന്ദേശമായി ഇങ്ങനെ പറഞ്ഞു വെച്ചത്. ഏത് ധൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും, ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. പ്രകൃതിയുടെ ഉത്സവം എന്ന് പറയുമ്പോഴേ നമ്മള് പണ്ട് തൊട്ട് തന്നെ വയലാറിന്റെ വരികള്, ദേവരാജ മാഷിന്റെ സംഗീതം, ഏതാ കൈതപ്പുഴ കായലിലെ അതിലൊരു വിഷു ഉണ്ട്. തീർച്ചയായിട്ടും അല്ലേ? പൂക്കണി വെച്ചു അനുപല്ലവിയില്. അതെ അതെ, കറുത്ത പെണ്ണ് കണി കാണാൻ വന്നാട്ടെ. അതായത് ഇങ്ങനെ തുടങ്ങും. ഏത് കാലം തൊട്ടുണ്ടല്ലേ? പിന്നെ അത് വിഷുവും നമ്മളുടെ ആ ഒരു ആംബിയൻസും പ്രകൃതിയും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നമ്മൾ ഇരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് ഭംഗിയൊക്കെ തീർച്ചയായിട്ടും ഒരു സന്തോഷം. വിഷുവിന്റെ തന്നെ ഏതാ നമുക്ക് അടുത്തൊരു പ്രകൃതി പാട്ട്? നമുക്ക് വേണമെങ്കിൽ മറ്റൊരു കൊന്നപ്പൂവേ. അതും ഇങ്ങനെ തന്നെയാണ്. കൊന്നപ്പൂവേ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു പാട്ട്. അത് ഇതൊക്കെ ഇങ്ങനത്തെ ഒരു പ്രകൃതിക്കുള്ള ഒരു പാട്ട് തന്നെയല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ ഈ ഒരു അന്തരീക്ഷത്തിലേക്ക് നമുക്ക് എല്ലാം ഒരു പൊന്നിന്റെ നിറമാണ് അല്ലെ? സൂര്യനും ഒരു പൊന്നിന്റെ നിറമാണ്. ഒരു പൊന്നിറം തോന്നുമ്പോ നമുക്കൊരു പൊന്നിന്റെ പാട്ട്. നീടെ പൊന്നണി. ഇതാ പിടിച്ചോ. ശരിക്കും എന്താ പറയാ, ഈ വിഷു എന്ന് പറയുമ്പോഴേ നമുക്കൊരു മയിൽപീലിയുടെ ഫീലൊക്കെയാണ് അല്ലെ? കണി കാണുന്ന സമയത്തുള്ള ഒരു കൃഷ്ണന്റെ ആംബിയൻസും പീലികളും എല്ലാം കൂടെ ഒരു പീലിപ്പാട്ടായിരുന്നു. ഒരു മയിൽപീലിയുടെ സുഖമുള്ള ഒരു ഒരുപാട് പാട്ടുകളുണ്ടല്ലോ കൃഷ്ണ മയിൽപീലി സംബന്ധം. പക്ഷെ എനിക്ക് ഏറ്റവും ആ തരത്തിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് മൗലിയിൽ. നമ്മള് വിഷുവിന്റെ ഒരു ബാലാമണി ഇല്ല. അതാ ഞാൻ പറഞ്ഞത്. ബാലാമണി തീർച്ചയായിട്ടും നവിയോട് ഞാൻ പറയാം. അനുപല്ലവി. ആഘോഷങ്ങളെല്ലാം ഒരു ചേർത്ത് പിടിക്കലാണ്. നമ്മൾക്ക് എത്ര തിരക്കിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും
നമുക്ക് സമയം കളയാതെ ഉള്ള സമയം അത്രയും നമുക്ക് ഈ സമൂഹത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ അങ്ങനെ ചേർത്ത് പിടിക്കാം. ഈ ആഘോഷങ്ങളും ആചാരങ്ങളും ഒക്കെ അല്ലേ അത് അടുത്ത തലമുറയ്ക്കും പകർന്നു കൊടുക്കുകയും സന്തോഷം പങ്കുവെക്കുകയും ചെയ്യാം. അപ്പോൾ ബിഗ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ലൊരു വിഷുക്കാലമാവട്ടെ, ഒപ്പം തന്നെ ഒരു നല്ല വർഷം, ഒരു പുതുവർഷം നന്നാവട്ടെ എന്നും ഞാൻ ആശംസിക്കുകയാണ്. പ്രകാശേട്ടനും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. എല്ലാവർക്കും നല്ലൊരു വിഷു ആവട്ടെ, പുതുവർഷമാവട്ടെ, ഒരു സംഗീതാത്മകം കൂടിയായിട്ടുള്ള വർഷമാവട്ടെ. അതെ, അപ്പൊ നമുക്കൊരു അടിപൊളി ഒരു നമുക്ക് എല്ലാം ഈ പൂത്തിരികളിൽ കത്തിക്കുന്ന ഒരു പാട്ട് രണ്ടുപേരും പാട്ടായിക്കോട്ടെ. പിടിച്ചോളി.